ഉലഹിയത്തിനോടനുബന്ധിച്ച് അഖീഖത്തും കൂടി നടത്താനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. പല രക്ഷിതാക്കളും തന്റെ പല മക്കളുടെയും അഖീഖത്ത് നിർവഹിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ ഒന്നാമത്തെ പുത്രന്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ പുത്രിയുടെ അഖീഖ നിർവഹിച്ചിരിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളുടെ അഖീഖ പല രക്ഷിതാക്കളും നടത്താറില്ല. സത്യത്തിൽ സാമ്പത്തികമായി സാധിക്കുന്നവർ എല്ലാ മക്കൾക്കും അഖീഖ അറിവ് സുന്നത്താണ്. ഉലഹിയത്തിന്റെ സമയത്ത് ഉലഹിയത്തിനോടനുബന്ധിച്ച് അഖീഖയും അറിവ് നടത്താൻ സൗകര്യമുണ്ട്. അഥവാ നേരത്തെ പറഞ്ഞല്ലോ, ഉലഹിയത്ത് ഒരു ആളുടെ ഉലഹിയത്ത് ലഭിക്കാൻ ഏറ്റവും മിനിമം ആവശ്യമുള്ളത് ഒരു ആട് അല്ലെങ്കിൽ മാട് ഒട്ടകത്തിന്റെ 1/7 ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ അഖീഖത്തിന് ആവശ്യമുള്ളത് ഒരാട് അല്ലെങ്കിൽ മാട് ഒട്ടകത്തിന്റെ 1/7 ഭാഗമാണ്. അപ്പൊ ഞാൻ സ്വന്തമായി ഒരു കാളയെ വാങ്ങി ഉലഹിയത്ത് ഇറക്കുകയാണെങ്കിൽ അതിന്റെ 1/1 കൊണ്ട് തന്നെ എന്റെ ഉലഹിയത്ത് ലഭ്യമാകും. വേണമെങ്കിൽ അതോടൊപ്പം 6 കുട്ടികളുടെ അഖീഖത്തും കൂടി നിയ്യത്ത് ചെയ്യാൻ അവസരമുണ്ട്. കാരണം ഒരു കുട്ടിയുടെ അഖീഖത്തിന് ആവശ്യമുള്ളത് 1/1, ഒരാളുടെ ഉലഹിയത്തിനും ആവശ്യമുള്ളത് 1/1. അപ്പൊ സ്വന്തമായി ഒരു കാളയെ വാങ്ങി ഇറക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ഉലഹിയത്തിനോടൊപ്പം താല്പര്യമെങ്കിൽ തന്റെ 6 മക്കളുടെ അഖീഖത്തിന് സൗകര്യമുണ്ട്. കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെ അവരുടെ അഖീഖത്തിന്റെ ഉത്തരവാദിത്വം രക്ഷിതാവിനാണ്. പ്രായപൂർത്തിയായാൽ അവർക്ക് സ്വന്തമാണ് അതിന്റെ ഉത്തരവാദിത്വം. പ്രായപൂർത്തിയായ മക്കളുടെ അഖീഖത്ത് ഉപ്പമാർ നടത്തുമ്പോൾ അവരുടെ അനുവാദപ്രകാരമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഷെയർ എടുക്കുകയാണെങ്കിൽ ഉലഹിയത്തിൽ 1/1 ഷെയർ ചെയ്താൽ അതുകൊണ്ട് രണ്ടും കൂടി ഉലഹിയത്തും അഖീഖത്തും കൂടി ലഭിക്കുകയില്ല എന്നാണ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1/1 മാത്രം ഉടമയുള്ള ഒരാൾ രണ്ടും കൂടി അതുകൊണ്ട് നിയ്യത്ത് ചെയ്താൽ രണ്ടും ലഭിക്കുകയില്ല എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഉലഹിയത്തും ഒരു കുട്ടിയുടെ അഖീഖത്തും കൂടി താല്പര്യമുള്ളവർ ഒരു മൃഗത്തിൽ 2 ഷെയർ എടുത്താൽ 2 1/1 അദ്ദേഹത്തിന് അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അത് അറക്കവ് നടത്തുമ്പോൾ അഖീഖത്തും ഉലഹിയത്തും ഒന്നിച്ച് നിയ്യത്ത് ചെയ്യാവുന്നതാണ്. 1 1/1 കൊണ്ട് അഖീഖത്ത് ലഭിക്കും, 1 1/1 കൊണ്ട് അദ്ദേഹത്തിന്റെ ഉലഹിയത്തും ലഭിക്കും. ഉലഹിയത്തും അഖീഖത്തും കൂടി ഉലഹിയത്ത് നടത്തുന്ന പെരുന്നാൾ ദിനങ്ങളോടനുബന്ധിച്ച് അഖീഖത്തും കൂടി അതിന്റെ കൂടെ ലഭിക്കാൻ ശ്രദ്ധിക്കാൻ അവസരമുണ്ട്. വിശദമായി താല്പര്യമുള്ളവർ ആ വിഷയങ്ങൾ മനസ്സിലാക്കി ആവശ്യമെങ്കിൽ സംശയങ്ങൾ തീർത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക.